തെരുവുനായ കേസിൽ മൃഗസ്നേഹികളെ പരിഹസിച്ച് സുപ്രീം കോടതി. കടിക്കാതിരിക്കാൻ നായകൾക്ക് കൌൺസിലിംഗ് നൽകാമെന്ന കോടതി. നിയമങ്ങൾ പാലിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ചയെന്ന നിരീക്ഷണം. ജനങ്ങളെ ബോധവൽക്കരിച്ചാൽ തെരുവുനായ ആക്രമണം തടയാമെന്ന് മൃഗസ്നേഹികളുടെ സംഘടനകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാർ ജയിലിൽ തന്നെ. ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി നീട്ടി. സിബിഐ അന്വേഷണം അനിവാര്യമെന്ന് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിതയെ കക്ഷി ചേർത്ത ഹൈക്കോടതി. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം. രാഹുലിന്റെ അറസ്റ്റ് 21 വരെ നീട്ടി. ജാമ്യം നൽകുന്നത് ജീവന് ഭീഷണിയെന്ന് പരാതിക്കാരി. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ച യുവതിയുടെ ശരീരത്തിനുള്ളിൽ തുണി. ചികിത്സിച്ച ഡോക്ടർക്കെതിരെ പരാതി. വിശദമായ അന്വേഷണം നടത്തുമെന്ന് DMO. പ്രതിഷേധമുയർത്തി കോൺഗ്രസും BJPയും. വിവാദങ്ങൾക്കൊടുവിൽ ശാസ്തമംഗലത്തെ ഓഫീസ് VK പ്രശാന്ത് ഒഴിയുന്നു. പുതിയ ഓഫീസ് മരുതൻകുഴിയിൽ. മാറുന്നത് അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനെന്ന MLA. തീരുമാനം വ്യക്തിപരമെന്നും പ്രശാന്ത്. നമുക്ക് വേറെ സ്ഥലത്ത് ഇപ്പോൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അനാവശ്യ വിവാദങ്ങൾ വേണ്ട എന്നാലോചിച്ചിട്ട് അങ്ങോട്ട് മാറുന്നു. അത്രയേ ഉള്ളൂ. അതിന്റെ പിന്നിൽ വേറൊന്നുമില്ല. ജനനായകന്റെ റിലീസ് അനിശ്ചിതത്വത്തിൽ. റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ട തീരുമാനം നിർമ്മാതാക്കളെ അറിയിക്കാത്തതെന്തെന്ന് സെൻസർ ബോർഡിനോട് കോടതി. പ്രദർശനാനുമതി വിധി പറയാൻ മാറ്റി. പരാതി നൽകിയത് EC അംഗമെന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തൽ. ഇറാനിൽ ആഭ്യന്തര കലാപം രൂക്ഷം. പ്രതിഷേധം കൂടുതൽ പ്രവിശ്യകളിലേക്ക് പടരുന്നു. മരിച്ചവരുടെ എണ്ണം 35ആയി. ഗ്രീൻലാൻഡ് കൈയടക്കാൻ അമേരിക്കയുടെ നീക്കം. ട്രംപിന്റെ നീക്കത്തിനെതിരെ യൂറോപ്യൻ നേതാക്കൾ.